ഞാൻ ജയലളിതയുടെയും MGRൻ്റെയും മകള് കിടക്കുന്നുണ്ടായിരുന്നു. കാലുകൊണ്ട് ശശികല ആൻറ്റി അമ്മേരെ മുഖത്തിട്ട് ചവിട്ടുന്നു. മരിച്ചിട്ട് ആരും അമ്മയ്ക്ക് നീതി മേടിച്ചു കൊടുക്കണമില്ല. ஜெயலலிதாவின் மகள் என்று கூறும் சுனிதா என்கிற பெண் தனது உயிருக்கு ஆபத்து இருப்பதாகவும் ஜெயலலிதாவின் மரணத்தில் தொடர்புடைய குற்றவாளிகளை தண்டிக்க நடவடிக்கை எடுக்க வேண்டும் என்றும் கூறி உச்சநீதிமன்றத்தில் மனு தாக்கல் செய்துள்ளார். கேரளாவைச் சேர்ந்த 41 வயதாகும் சுனிதா என்கிற பெண் உச்சநீதிமன்ற தலைமை நீதிபதியிடம் மனு ஒன்றை வழங்கியுள்ளார். அதில் தான் MGR மற்றும் ஜெயலலிதாவிற்கு பிறந்த மகள் என்றும் கடந்த 2016ஆம் ஆண்டு தன்னை வெளி உலகத்திற்கு அறிமுகம் செய்ய ஜெயலலிதா திட்டமிட்டிருந்த போது அவர் உடல்நலம் பாதிக்கப்பட்டு மருத்துவமனையில் அனுமதிக்கப்பட்டதாகவும் அதன் பிறகு தனக்கு கொலை மிரட்டல் விடுக்கப்பட்டதால் கேரளாவிற்கு வந்துவிட்டதாகவும் கூறியுள்ளார். ஜெயலலிதாவின் மரணத்தில் தொடர்புடைய குற்றவாளிகளை தண்டிக்க நடவடிக்கை எடுக்க உத்தரவிட வேண்டும் என்றும் அவர் அந்த மனுவில் வலியுறுத்தியுள்ளார். ഞാൻ ജയലളിതയുടെയും MGRൻ്റെയും മകള്. ഞാൻ അച്ഛൻ്റെ സർവൻ്റ്, അതായത് അച്ഛൻ്റെ സർവൻ്റ് മാധവൻ എന്ന ആളെ 2 മാസം പ്രായമുള്ളപ്പോൾ കേരളത്തേക്ക് എന്നെ കൊണ്ടുവന്നു. അവിടെയാണ് ഞാൻ വളർന്നത്. 18 വയസ്സിലാണ് എൻ്റെ അമ്മ എന്നെ DNA ടെസ്റ്റ് നടത്തിയിട്ടാണ് എന്നെ തിരിച്ചറിഞ്ഞത് ഞാൻ മകളാണെന്നുള്ളത്. അതിനുശേഷം അമ്മ എൻ്റെ അടുത്തേക്ക് ഞാൻ പോകാറുണ്ട്. പോയസ് ഗാർഡനിൽ അമ്മേനെ ഇടയ്ക്കിടയ്ക്ക് പോയി കാണാറുണ്ട്, വരാറുണ്ട്. അമ്മയാണ് എന്നെ സഹായിച്ചുകൊണ്ടിരുന്നത്. പിന്നെ അമ്മ പറഞ്ഞ പ്രകാരം 2016 സെപ്റ്റംബർ 22-ാം തീയതി ഞാൻ കാലത്ത് പോയസ് ഗാർഡനിലെത്തുമ്പോൾ അമ്മ സെയർ ഗേഴ്സിൻ്റെ താഴെ വീണ് കിടക്കണ മരിച്ച മാതിരിയാണ് കിടക്കുന്നുണ്ടായിരുന്നു. കാലുകൊണ്ട് ശശികല ആൻറ്റി അമ്മേരെ മുഖത്തിട്ട് ചവിട്ടുന്നു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അമ്മയ്ക്ക് അനക്കൊന്നുമില്ലായിരുന്നു. ഞാൻ നിലവിളിക്കാൻ ശ്രമിച്ചപ്പോൾ സീപ്പർ വന്നിട്ട് എൻ്റെ വായ പൊത്തി പുറത്തേക്ക് കൊണ്ടുപോയി. ഞാൻ അങ്ങനെ കേരളത്തിലേക്ക് വന്നു, ഇവിടെ ഇരുന്നു. പിന്നെ ഞാൻ TV-യിലാണ് എൻ്റെ അമ്മ മരിച്ച വാർത്ത അറിയണത്. പിന്നെ എനിക്കിത് പറയാൻ പേടിയായിരുന്നു. 9 വർഷമായി. ഞാൻ 9 വർഷത്തോളം ഞാൻ ടെൻഷനും വേറി ഉറക്കമില്ല, എനിക്കൊന്നും ചെയ്യാനും കഴിയണില്ല. എൻ്റെ അമ്മ മരിച്ചിട്ട് ആരും അമ്മയ്ക്ക് നീതി മേടിച്ചു കൊടുക്കണമില്ല. അങ്ങനെ ഞാനിവിടെ ഡൽഹിയിൽ വന്ന് HRDSൻ്റെ സ്വാമിജീനെ പരിപാടികൾ ഞാൻ TV-യിൽ കാണാറുണ്ട്. എന്നെ സ്വാമിജീനെ കാണാനായിട്ട് വന്നു. അവിടെ വന്നപ്പോൾ സ്വാമിജീനെ കാണാൻ എനിക്ക് കഴിഞ്ഞില്ല. അങ്ങനെ ഞാൻ അവിടെ HRDSൻ്റെ സെക്രട്ടറിയായ അജികൃഷ്ണ സാറിനെയാണ് കണ്ടത്. ഞാൻ എല്ലാ കാര്യങ്ങളും ആളോട് തുറന്നു പറഞ്ഞു. അപ്പോൾ ആളെനിക്ക് എന്തുകൊണ്ട് ഇത് നേരത്തെ പറഞ്ഞില്ല, ഇതെന്തിനിങ്ങനെ മൂടി വയ്ക്കണം, നിങ്ങൾക്കൊരു മകളല്ലേ, നിങ്ങളുടെ അമ്മയ്ക്ക് നീതി മേടിച്ച് കൊടുക്കണം. അങ്ങനെ ആളെനിക്കൊരു മോട്ടിവേഷൻ തന്നു. അതാണ് എന്നെ ഇവിടം വരെ എത്തിച്ചത്.